അങ്ങനെ 77-ാമത്തെ പദ്യത്തിൽ വരും. ഉലകമാന അജ്ഞാനവും കരുമവും ഉറവന്റെ വഴി കൂടും. പലവുமான അജ്ഞാനവും ജ്ഞാനവും പകை என்பது ഉള്ളതാനാൽ നിലവിലെ മറുപോലെ അജ്ഞാനവും നിബില ജ്ഞാനത്തോടെ കുലവി നിന്തിന്ത ചിരുട്ടികൾ ചെയ്യവും കൂടുമോ ഗുരുമൂർത്തി. ഉലകമാന അജ്ഞാനവും കരുമവും ഉറവന്റെ വഴി കൂടും. പലവുமான അജ്ഞാനവും ജ്ഞാനവും പകை என்பது ഉള്ളതാനാൽ നിലവിലെ മറുപോലെ അജ്ഞാനവും നിബില ജ്ഞാനത്തോടെ കുലവി നിന്ത് இந்த ചിരുട്ടികൾ ചെയ്യവും കൂടുമോ ഗുരുമൂർത്തി. ഇത് 77-ാമത്തെ പദ്യം. ഇപ്പോൾ ശിഷ്യൻ ഉന്നയിക്കുന്ന ഒരു സംശയമാണ്. ഉലകமான അജ്ഞാനവും കർമ്മവും, അതായത് പ്രപഞ്ചരൂപമായ അജ്ഞാനവും സത്കർമ്മങ്ങളും ഉറവന്റെ വഴികൂടും, ഒന്നിനൊന്ന് ബാധകമല്ല സാധകമാണെന്ന് 70-ാം മൂലത്തിൽ പറഞ്ഞിരിക്കുന്നത് പോലെ ചേരുന്നുണ്ട്. നമുക്കത് അതിൽ സംശയമില്ല. എന്നാലും ചോദിക്കുകയാണ്, ഈ പലവുமான അജ്ഞാനവും ജ്ഞാനവും, പലതും താനായ അജ്ഞാനവും ജ്ഞാനവും പക என்பது പരസ്പര വിരുദ്ധം എന്നത് വാസ്തവത്തിലുള്ളതാണെങ്കിൽ നിലവിലെ മറുപോലെ ഈ ചന്ദ്രികയിലുള്ള കളങ്കം പോലെ ഈ അജ്ഞാനവും നിബില ജ്ഞാനത്തോട് കൂടി നിർമ്മലമായ ജ്ഞാനത്തോട് കൂടിച്ചേർന്ന് നിന്ന് ഇതിന്റെ ചിരുട്ടികൾ ചെയ്യവും കൂടുമോ? ഈ ജഗത് സൃഷ്ടികളെ ചെയ്യാൻ സാധിക്കുമോ ഗുരുമൂർത്തി? ഇരുട്ടും പ്രകാശവും വിരോധികളാകയാൽ രണ്ടും കൂടി ചേർന്ന് നിൽക്കാൻ സാധിക്കില്ലെന്ന് ആണ് ശിഷ്യന്റെ നിശ്ചയാർത്ഥം പറഞ്ഞതാണ്. അതാണ് നിശ്ചിതാർത്ഥമായിട്ട് ശിഷ്യൻ ഗുരുവിന് ചോദിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇതിലെങ്ങനെ ഈ ബ്രഹ്മത്തിലിരുന്ന് ഈ സൃഷ്ടി ഉണ്ടായി എന്ന് നമ്മൾ കാണണം എന്നുള്ളതാണ് ചോദ്യം. അതിന്റെ മറുപടിയാണ് വരാൻ പോണത്. ഇതാണ് അതിന്റെ. ഇപ്പൊ ഇവര് ഈ പറയുന്ന, നേരത്തെ പറഞ്ഞു, ഈ സകാമകർമ്മങ്ങൾ, അതായത് ഈ പറയുന്ന ശുദ്ധകർമ്മങ്ങളും യജ്ഞം യാഗം തുടങ്ങിയ കർമ്മങ്ങളും അജ്ഞാനം തന്നെന്ന് പറയാം. കാരണം സ്വാമി പറയുന്ന ഇതാണ്, അതിൽ അഹബുദ്ധിയുണ്ട്, ഞാൻ ചെയ്യുന്നു എന്നൊരു ഭാവം അതിലുണ്ട്. ഏതിലൊക്കെ ഞാൻ ചെയ്യുന്നു എന്നൊരു ഭാവമുണ്ടോ അതെല്ലാം തന്നെ കാമ്യകർമ്മങ്ങളാണ്. അപ്പൊ അതുകൊണ്ട് ഈ അജ്ഞാനത്തെ ഈ സകാമകർമ്മങ്ങൾ തഴപ്പിക്കുകയുള്ളൂ, അത് ചുരുക്കൂല, അതില്ലാതാക്കൂല. എന്നിട്ട് സ്വാമി പറഞ്ഞു, കേവലം ആത്മവിചാര രൂപമായ ഇത് മാത്രമേ ഈ അജ്ഞാനത്തെ നശിപ്പിക്കാൻ കെൽപ്പുള്ളതായിട്ടുള്ളൂ. ഇതിന് മാത്രമേ മായ ഇതിൽ ബാധിക്കില്ല. വിചാരത്തിന്റെ മുമ്പിൽ ഈ മായ അപ്രസക്തമാണ്. അങ്ങനെയുള്ള ആത്മവിചാരം നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞിരുന്നു. പക്ഷെ എന്താണ്, തന്നെക്കുറിച്ച് ശ്രദ്ധാഭക്തിയോടുകൂടി നോക്കാൻ ശ്രമിക്കുമ്പോൾ മറ്റതിൽ ആ വിരക്തിയൊക്കെ ഇവിടെ കൊണ്ടുവരേണ്ട കാര്യമില്ല. ഓട്ടോമാറ്റിക്കായിട്ട് ആ വിരക്തി ഇതിൽ സംഭവിക്കും. ഇതെല്ലാം, ഈ ശബ്ദമാദികളെല്ലാം വാസ്തവത്തിൽ ഈ വിചാരം വന്ന് ഉറച്ചവരെ സംബന്ധിച്ച് ആവശ്യമില്ല. അപ്പൊ വേദത്തിന് മറ്റത് പറഞ്ഞു കൊടുത്ത ആർക്കാണെന്ന് ചോദിച്ചാൽ തീരെ മന്ദന്മാരായിരിക്കുന്ന മോക്ഷുക്കൾക്കാണ്. അവരെ സംബന്ധിച്ച് അവിടെ നോക്കരുത്, ഇങ്ങനെ ചെയ്യരുത്, അങ്ങനെ നിൽക്കണം, അങ്ങനെ പോകരുത് എന്നൊക്കെ പറഞ്ഞു കൊടുത്തു. കാര്യം എന്ന് വെച്ചാൽ അത്രയ്ക്കും ശിഥിലമായി മനസ്സ് ഉള്ളവരാണ് അവർ. അതുകൊണ്ട് അതിനെ ഒന്ന് ഏകാഗ്രപ്പെടുത്താനും അവരെ ഒന്ന് ശുദ്ധീകരിക്കാനുമായിട്ട് ചില കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു എന്നുള്ളതേ ഉള്ളൂ. അതാണ് ജ്ഞാനികൾക്ക് ഇതൊന്നും ബാധകമല്ലെന്ന് പറയാം. കാരണവും ഇതാണ്. ഇപ്പൊ ഇവിടെ പറഞ്ഞു, ഈ ഉലകமான അജ്ഞാനവും ഈ ലോകമായിട്ട് നിൽക്കുന്നതിനെയാണ് അജ്ഞാനമായിട്ടുള്ള പറഞ്ഞത്. ലോകമായിട്ട് നിൽക്കുക എന്ന് പറഞ്ഞാൽ ദൃശ്യങ്ങളായിട്ട് നിൽക്കുന്നത്, ഇതാണ് അജ്ഞാനം. ദൃശ്യങ്ങളായിട്ട് നിൽക്കുകയാണെങ്കിൽ സുരേഷേ, നമ്മുടെ ഈ ശരീരം നമുക്ക് ദൃശ്യമല്ലേ, മനസ്സ് ദൃശ്യമല്ലേ? സർവത്ര ദൃശ്യവും ദൃക്കും ഇത് തങ്ങളിലാണ് വ്യത്യാസം. അതായത് ദൃക്ദൃശ്യ വിവേകത്തെയാണ് നമ്മളിവിടെ ഓർമ്മിക്കാറുള്ളത്. അപ്പൊ ഈ ഉലകமான അജ്ഞാനവും കരുമവും ഉറവന്റെ വഴി കൂടുതൽ രണ്ടും ഒന്ന് തന്നെ. ഇത് ഈ പറയുന്ന രൂപത്തിൽ രണ്ടും ഒരേ കാര്യം തന്നെയാണ്.
എന്നാൽ പലതുമാണ് അജ്ഞാനവും ജ്ഞാനവും പക என்பതുള്ളതാനാൽ ഇവർ തങ്ങളില് ജ്ഞാനവുമായിട്ട് ഇതിന് പക ഉണ്ടെന്ന് പറയുകയാണെങ്കിൽ നിലവിലെ മറുപോലെ ഈ ചന്ദ്രനിൽ ഒരു കറുത്ത ഒരു അടയാളം കിടക്കുന്നില്ല, അതുപോലെ ഈ നിമല ജ്ഞാനവും അജ്ഞാനത്തോട് ചേർന്ന് ഈ സൃഷ്ടികൾ എങ്ങനെ ഉണ്ടായി എന്നുള്ളതിനെ പറ്റിയാണ് എനിക്ക് സംശയം. അതിന് ഉദാഹരണം പറയുന്നതാണ് ഈ ഇരുട്ടും വെളിച്ചവും എങ്ങനെ യോജിച്ചു എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ സംശയം. ഒരിക്കലും സൂര്യന്റെ മുമ്പിൽ ഇരുട്ടിന് നിൽക്കാൻ പറ്റില്ല. അതുപോലെ വാസ്തവത്തിലെ അജ്ഞാനം ഇരുട്ടാണെങ്കിൽ ആ ജ്ഞാനത്തിന്റെ മുമ്പിൽ എങ്ങനെ ഇതിന് നിൽക്കാൻ പറ്റും? പക്ഷെ ഇവിടെ ആണെങ്കിലോ ഇവര് രണ്ടുപേരും കൂടെ ചേർന്ന് സൃഷ്ടി ഉണ്ടായിരിക്കുന്നതായിട്ട് പറയുകയും ചെയ്യും. അപ്പോഴാണ് സ്വാമി അതിന്റെ റിലവൻ്റ് ആയിട്ടുള്ള പോർഷനിലേക്ക് വരികയാണ്. ആ 78ാമത്തെ പദ്യത്തിൽ പറയുന്നു, സ്വരൂപജ്ഞാനവും വൃത്തിജ്ഞാനവും എൻ്റെ ജ്യോതിജ്ഞാനം ഇരണ്ട. സ്വരൂപജ്ഞാനമേ വൃത്തി ജ്ഞാനമായി തോന്നും, വേറില്ലേ മൈന്ദ. സ്വരൂപജ്ഞാനം അജ്ഞാന ശത്രു അൻ്റെ ചുഴുത്തിൽ കണ്ടായി. സ്വരൂപജ്ഞാനത്തിൽ മരവും അജ്ഞാനത്തെ ചുടും വൃത്തിജ്ഞാനം. ഇവിടെ വൃത്തിജ്ഞാനത്തെ പറ്റി പറയാൻ പറയാണ്. ഈ ജ്ഞാനം രണ്ട് തരത്തിലാണ്. സ്വരൂപജ്ഞാനമെന്നും വിരുത്തിജ്ഞാനമെന്നും ജ്യോതിജ്ഞാനം ഇരണ്ടാം. സ്വരൂപജ്ഞാനമേ വിരുത്തി ജ്ഞാനമായി തോന്നും, വേറില്ലേ മൈന്ദ. സ്വരൂപജ്ഞാനം അജ്ഞാന ശത്രു അൻ്റെ സുഴുത്തിയിൽ കണ്ടായി. സ്വരൂപജ്ഞാനത്തിൽ വരും അജ്ഞാനത്തെ ചുടും വിരുത്തിയും ജ്ഞാനം. കാരണം സ്വാമി പറയും, നമ്മുടെ ചിന്മയ സ്വാമി പറഞ്ഞു കേട്ട ഒരു കാര്യമാണ്, ലോകത്തിലെ ബഹുഭൂരിപക്ഷം, അതായത് 99% സന്യാസിമാരും ഈ സ്വരൂപജ്ഞാനത്തിലാണ് ഇരിക്കുന്നതെന്നാണ് സ്വാമിയുടെ പക്ഷം. സ്വരൂപജ്ഞാനം എന്ന് പറഞ്ഞാൽ നമ്മുടെ വൃത്തികളിൽ അതിനെ പ്രവേശിപ്പിക്കാതെ കേവലം ഒരു ധാരണയിൽ അങ്ങനെ കഴിയും അവര്. അത് വൃത്തിജ്ഞാനമല്ല. അഹം ബ്രഹ്മാസ്മി എന്നുള്ള ആ വൃത്തി, അഖണ്ഡാകാര വൃത്തി ഇതിൽ വരാതെ തന്നെ എല്ലാം കൂടെ ചേർത്ത് ബ്രഹ്മമാണെന്നൊരു ഭാവന ചെയ്ത് അങ്ങനെ ഇരിക്കും. 99% സന്യാസിമാരും സ്വരൂപജ്ഞാനികളാണെന്നാണ് അവരുടെ അഭിപ്രായം. പറഞ്ഞു, ഈ സ്വരൂപജ്ഞാനം അജ്ഞാന ശത്രു അൻ്റെ. ഈ സ്വരൂപജ്ഞാനം എന്ന് പറയുന്നത് സുഷുപ്തിയിലിരിക്കുന്ന ജ്ഞാനത്തെ പറഞ്ഞു. സുഷുപ്തിയിലെ എല്ലാം ഉപേക്ഷിച്ച് കേവലം ആ ചൈതന്യം മാത്രമായിട്ടിരിക്കുന്ന ഒരു സ്വഭാവം നമ്മൾക്ക് ദിവസം കാണാൻ പറ്റുന്നില്ലേ? സുഷുപ്തിയിൽ നേതി വല്ലതും ചെയ്യണോ? അത് ഇല്ല, ഇതില്ല, അത് ഒന്ന് മാറ്റണോ, നേതി ചെയ്യണോ? ഒന്നും ചെയ്യാതെ തന്നെ ആ തമസിൽ എല്ലാം വിട്ടുപേക്ഷിച്ച് ഇരിക്കുന്നില്ലേ? ഈ രൂപത്തിലുള്ള ഇരിപ്പ്, ഇതിനാണ് സ്വരൂപജ്ഞാനം എന്ന് പറയുന്നത്. ഒന്നിനെ പറ്റി ഓർമ്മിക്കുന്നില്ല, ഒന്നിനെ പറ്റി ചിന്തിക്കുന്നില്ല, അങ്ങനെ ഒരു ഇരിപ്പ്, ആ ഒരു ഇരിപ്പ് സ്വരൂപജ്ഞാനം. നമുക്ക് ഇത്രയേ ഉള്ളൂ. മനസ്സ് അവിടെ ഇല്ല. ഇവിടെ മനസ്സ് ലയിച്ചു പോയി. ജ്ഞാനത്തിലും അങ്ങനെ തന്നെ മനസ്സ് അറ്റുപോയി. മനസ്സറ്റ് സമാധി, മനസ്സ് ലയിച്ച് സുഷുപ്തി. ഇത് രണ്ടും വളരെ സാമ്യമുള്ളതാണ്. സുഷുപ്തിയും സമാധിയും ഏറെക്കുറെ വലിയ സാമ്യമുള്ളതാണ്. പക്ഷെ സമാധിയിൽ ഉള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ അവിടെ വൃത്തിയുണ്ട്, ഇവിടെ വൃത്തിയില്ല. വൃത്തി, അതാണ് വൃത്തിജ്ഞാനമായിട്ട് പറഞ്ഞത്. ആ വൃത്തി എന്ന് പറഞ്ഞാൽ അവിടെ അഖണ്ഡാകാര വൃത്തിയുണ്ട്. അവിടെ സമാധിയിൽ, സുഷുപ്തിയിൽ വൃത്തിയില്ല. അപ്പോൾ ഈ രൂപത്തിൽ വരുന്ന സുഷുപ്തി തുല്യമായിരിക്കുന്ന ആ ഒരു നിലകൾ അജ്ഞാനത്തിന് വിരോധിയല്ല. വാസ്തവത്തിൽ ഇവിടെ എന്താണ് ഈ ജ്ഞാനം ചെയ്യണത് സുരേഷ്? ഈ ജ്ഞാനം അജ്ഞാനത്തെ ഏച്ചു കളയും. ഈ ജ്ഞാനാഗ്നി അജ്ഞാനത്തെ ഭസ്മമാക്കും. അങ്ങനെയുള്ള ആ ജ്ഞാനം എങ്ങനെയാണ് വരുന്നത്? ആത്മവിചാരം കൊണ്ടാണ്, കർമ്മങ്ങൾ കൊണ്ടോ ഉപാസനകൾ കൊണ്ടോ അല്ല എന്ന് പറഞ്ഞാണ് സ്വാമി ആദ്യമേ നിൽക്കുകയാണ്. അപ്പോൾ ശിഷ്യൻ അനവധി ചോദ്യങ്ങൾ ചോദിച്ചു, നമ്മളെല്ലാം കേട്ടു. ഇപ്പൊ ഏറ്റവും ഒടുവിൽ പറഞ്ഞതെന്ന് പറഞ്ഞാൽ, അങ്ങനെയാണെങ്കിൽ ഒരു ചോദ്യം, സ്വാമിയെ കുഴപ്പിക്കുന്ന ഒരു ചോദ്യമാണ് ഇപ്പൊ ചോദിച്ചത്. എന്താണ്? അങ്ങനെയാണെങ്കിൽ ഈ ഇരുട്ടും വെളിച്ചവും കൂടെ എങ്ങനെയാണ് സ്വാമി യോജിച്ചത്? സാധ്യമല്ലാത്തൊരു കാര്യമാണല്ലോ. ഇത് ചോദിച്ചപ്പോഴാണ് സ്വാമി 78ാമത്തെ പദ്യമായിട്ട് ഇങ്ങനെ പറയുന്നത്, സ്വരൂപജ്ഞാനവും വൃത്തിജ്ഞാനവും എൻ്റെ ജ്യോതിജ്ഞാനം രണ്ട് ജ്ഞാനമാണ്.
ഭൂരിപക്ഷവും ഈ സ്വരൂപജ്ഞാനികളായിട്ട് ഇരിക്കുന്നു. അവർക്ക് വൃത്തിജ്ഞാനം ഇല്ല. പക്ഷെ ഇവിടെയാണെങ്കിലോ ഈ സ്വരൂപജ്ഞാനം അജ്ഞാനത്തെ ശത്രുവല്ല, അജ്ഞാനത്തെ നശിപ്പിക്കുന്നില്ല. എന്നാൽ ഈ സ്വരൂപജ്ഞാനത്തിൽ മരുവും അജ്ഞാനത്തെ ചുടും വൃത്തിയിൽ ജ്ഞാനം. അല്ലയോ മൈന്ദ മകനെ, ജ്യോതിജ്ഞാനവും പ്രകാശമായ ജ്ഞാനത്വവും സ്വരൂപജ്ഞാനവും വൃത്തിജ്ഞാനവും എൻ്റെ രണ്ടാം. സ്വരൂപജ്ഞാനമെന്നും വൃത്തിജ്ഞാനമെന്നും രണ്ട് വിധമായിരിക്കുന്നു. അവകൾക്ക് ഭേദമുണ്ടോ എന്നാണെങ്കിൽ സ്വരൂപജ്ഞാനം തന്നെ വിരുത്തി ജ്ഞാനമായി തോന്നും, വൃത്തിജ്ഞാനമായും ഉണ്ടാകും, വേറില്ലേ. അതുകൊണ്ട് വലിയ ഭേദമില്ല. എന്നാലും സ്വരൂപജ്ഞാനം അജ്ഞാന ശത്രുവന്റെ. കാഷ്ടത്തിലിരിക്കുന്ന സാമാന്യ അഗ്നിയായത് എങ്ങനെ അന്ധകാരത്തിന് വിരോധിയല്ലയോ, സ്വരൂപജ്ഞാനമായത് അജ്ഞാനത്തിന് വിരോധിയല്ല. സ്വരൂപജ്ഞാനമായത് അജ്ഞാനത്തിന് വിരോധിയല്ല. പിന്നെ എങ്ങനെ ഉള്ളതാണെന്നാണെങ്കിൽ അതിന് സാധകമാകുന്നു. ഇതിന്റെ അനുഭവം പറയുന്നു. സുഷുപ്തിയിൽ സുഷുപ്തി അവസ്ഥയിൽ പ്രകാശസ്വരൂപമായ ആത്മാവിൽ അജ്ഞാനം വിളങ്ങി നിൽക്കുന്നതിന് നീ അനുഭവിച്ചറിഞ്ഞതല്ലയോ. അതിനാൽ സ്വരൂപജ്ഞാനം അജ്ഞാനത്തിന് വിരോധി അല്ല. പിന്നെ അജ്ഞാനത്തിന് വിരോധി പിന്നെ ആരെന്നാണെങ്കിൽ സ്വരൂപജ്ഞാനത്തിൽ മരുവും അജ്ഞാനത്തെ, ഈ സ്വരൂപജ്ഞാനത്തിലുള്ള ഈ അജ്ഞാനത്തെ ബാധകം ചെയ്യാതെ സാധകമായുള്ള അജ്ഞാനത്തെ വിരുത്തിജ്ഞാനം ചുടും. അഹം ബ്രഹ്മാസ്മി എന്ന അന്ധകരണത്തിൽ നിന്ന് എഴുമ്പുന്ന വൃത്തിജ്ഞാനം ദഹിപ്പിക്കും. അതിനാൽ വൃത്തിജ്ഞാനമാണ് അജ്ഞാനത്തിന് വിരോധി എന്നറിയുക. അപ്പം ഭൂരിപക്ഷ ആളുകൾ സുഷുപ്തി പോലെ ഇരിക്കുന്നതാണ് സവികല്പ സമാധി പഴക്കമെന്ന് കരുതുന്നു. അല്ല, സുഷുപ്തിയില് സുരേഷ് എല്ലാം മറന്ന് വീടും കൂടും നാടും ദേഹവും എല്ലാം മറന്ന് ഉറങ്ങുന്ന രൂപത്തിൽ ഇരിക്കുന്നില്ലേ? ആ രൂപത്തിലുള്ള ധ്യാന മുറകളാണ് 99% സന്യാസിമാരും സ്വീകരിച്ചിരിക്കുന്നതാണ് നമ്മൾ പറഞ്ഞതിന്റെ അർത്ഥം. ഇതിൽ സ്വാമി തന്നെ പറഞ്ഞു, അത്തരത്തിലുള്ള അഭ്യാസം ഇതിനെയാണ് സ്വരൂപജ്ഞാനം എന്ന് പറയുന്നത്. ഇത് അജ്ഞാനത്തെ നശിപ്പിക്കില്ല. അനാദിയായിട്ട് നമ്മൾ പിന്തുടർന്ന് വരുന്ന ജനനമരണ സംസാര ദുഃഖം മാറൂല എന്നാണ് പറഞ്ഞത്. ഇതാണല്ലോ മുക്തി എന്ന് പറഞ്ഞത്. ആ മുക്തി ഉണ്ടാവണമെങ്കിൽ, അതായത് പുനരാവൃത്തി രഹിതമായ മുക്തിക്ക് ഇത് ഉപകരിക്കില്ല. ഇങ്ങനെ എത്രയോ പേര് പല സ്ഥലങ്ങളിലും ഇരുന്നതായിട്ട് മറ്റുമൊക്കെ നമുക്കറിയാം. നരനാരായണന്മാരുടെ കഥ കേട്ടിട്ടുണ്ട്. അവരും ഈ രൂപത്തിലുള്ള ധ്യാനമാണ് പരീക്ഷിച്ചത്. അവര് രണ്ടുപേരും കൂടെ ധ്യാനിച്ച് എത്രയോ കാലം അവിടെ ഇരുന്നു എന്നാണ് പറയുന്നത്. പക്ഷെ ആ ഇരുന്ന കാലം അത്രയും ജ്ഞാന നിലയിൽ തന്നെ അവര് ശോഭിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. ഒടുവിൽ ഇന്ദ്രൻ അറിഞ്ഞു ഈ വിവരം. ഉടനെ തന്നെ ഇന്ദ്രൻ അവരെ പരീക്ഷിക്കാനായിട്ട് രംഭ തിലോത്തമ മേനി, കാരണം നമ്മുടെ മനസ്സ് ആ വികാരം ഉണ്ടോ എന്നുള്ളതാണല്ലോ ഇതിന്റെ ചെക്കിങ്. മനസ്സ് ചലിക്കുന്നുണ്ടോ, മനസ്സ് നിർവികല്പമായി ഇരിക്കാൻ പറഞ്ഞാൽ എൻ്റെ അർത്ഥം പിന്നെ മനസ്സ് ചലിക്കാൻ പാടില്ല. അപ്പം എന്തെങ്കിലും ഒരു ഓബ്ജക്റ്റില് മനസ്സ് ചലിക്കുന്ന വികാരം ഇതിലുണ്ടാകുന്നുണ്ടോ എന്ന് നോക്കും. അതാണ് ടെസ്റ്റിംഗ്. ഇന്ദ്രൻ വിട്ടു എന്ന് പറയുന്നത്. ആരെ? രംഭയെ വിട്ടു, മേനകയെ വിട്ടു, പല അപ്സര ആളുകളൊക്കെ വിട്ടു. അപ്പോൾ യഥാർത്ഥത്തിൽ അവര് വൃത്തികളെല്ലാം അടങ്ങി ജ്ഞാന യുക്തന്മാരായിട്ട് തന്നെ ശോഭിക്കുകയായിരുന്നു. പക്ഷേ നരന്റെ ഉള്ളില് ഒരു 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 തമാശ തോന്നി. നരൻ എന്ത് ചെയ്തു? ഈ ഇന്ദ്രൻ ഈ പാഴയിലേക്ക് കാണിക്കും. ഈ ഇന്ദ്രന് മനസ്സിലായില്ലല്ലോ, ഈ എല്ലാമായിട്ടിരിക്കുന്ന ഈ ഞാൻ തന്നെയാണ്, എന്നിലാണ് എല്ലാം അടങ്ങിയിരിക്കുക. അങ്ങനെ അദ്ദേഹം എന്ത് ചെയ്തു? അദ്ദേഹത്തിന്റെ തൊടയിൽ ഒരു അടി അടിച്ചപ്പോൾ ഒരു നല്ല സുന്ദരിയായ ഒരു സ്ത്രീ അതിൽ നിന്നുണ്ടായി.
ഉർവശി അല്ലേ? അപ്പോ അതിനെ അങ്ങോട്ട് കണ്ടു. നരൻ തന്നെ അതിൽ ആകർഷകനായി. മനസ്സിലായില്ലേ? ഇതാണ് ഇതിനകത്ത് പറ്റിയത്. നമ്മൾ ഇരിക്കുമ്പോൾ, അടങ്ങിയിരിക്കുമ്പോൾ ഒന്നും നമുക്ക് ബാധയല്ല. പക്ഷെ ഇത് വെളിയിൽ വിശ്രമിച്ച് വെളിയിൽ വന്നാൽ ഇത് നമ്മളെ ആകർഷിക്കും. ഇതാണ് ഇതിനകത്തുള്ള ഒരു സൂത്രം അവർ പറഞ്ഞത്. അതുകൊണ്ട് എല്ലാം അടക്കി, ആ ധ്യാനത്തിൽ അങ്ങനെ അടക്കിയിരിക്കുന്ന നില, അത് എങ്ങനെ ഇരിക്കണമെന്ന് ചോദിച്ചാൽ സ്വരൂപജ്ഞാനത്തിൽ കൂടെ ആവരുത്, വൃത്തിജ്ഞാനത്തിൽ കൂടെ ആയിരിക്കണം. ആ വൃത്തിജ്ഞാനം എന്ന് പറഞ്ഞാൽ എന്താണ്? അനാദിയം ശരീരത്തിലിന്റെ ഞാൻ യവൻ ചിത്തേത് ജഡമേത് രണ്ടും ഒന്നാകെ ചേരും ബന്ധമേത് വീടേതെന്നെ ഉജാവുതൽ. ഇത് നിരന്തരമായിട്ട് ഇതിൽ തന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നത് രൂപത്തിലാണ് ഈ സവികൽപ്പ സമാധി പഴകുന്നതെങ്കിൽ അവർ പറയുന്നത് ജ്ഞാനത്തിലേക്ക് പോകും. അതല്ലെങ്കിൽ കുറച്ചൊക്കെ ഇരിക്കാം, പക്ഷെ ഇതുപോലെ ചലിച്ചു പോകും. അതിന്റെ സന്ദർഭം, ആ സന്ദർഭമാണ് പ്രകൃതി ഒരുക്കിയിരിക്കുന്നത്. നമ്മൾ എത്ര ലെവലിലേക്ക് വന്നു ഇത് അറിയണ്ടേ, നമുക്കറിയണ്ടേ? അതിനാണ് പ്രകൃതി ഈശ്വരന്റെ ഇപ്പൊ ജ്ഞാനത്തിലേക്ക് എത്തിയെന്ന് അറിയാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ടൂളാണ്. ജസ്റ്റ് ഇങ്ങനെ പറയുന്നത് തെറ്റുണ്ട്. ഇതിൽ ഓരോന്നും നമ്മളെ ആകർഷിക്കുന്നില്ല. അത് ഒരു ജ്ഞാനി സംബന്ധിക്കുമ്പോൾ ഇതെല്ലാം വെറും ഇല്ലാത്തതെന്നുള്ള രൂപത്തിൽ ഒന്നും അത് അദ്ദേഹത്തെ സ്വാധീനിക്കുന്നില്ല. അടങ്ങിയിരുന്നു. പറഞ്ഞില്ലേ, സൃഷ്ടിക്ക് മുമ്പ് ബ്രഹ്മത്തിൽ അടങ്ങിയിരുന്ന മായയാണ് സൃഷ്ടിയിൽ വിജൃംഭിച്ച് വെളി വന്നു ബ്രഹ്മത്തെ മൂടികളയുന്നത്. അതുകൊണ്ടാണ് ഇതൊന്നും വെളിയിലോട്ട് വരാൻ സംഭവിച്ചത്. വെളിപ്പെടുത്തുന്നത് ആരാണ് എന്ന് ചോദിച്ചാൽ അതൊരു വിശേഷമാണ്, ഒരു 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 എന്താ പറയുക, ഒരു ശക്തി വിശേഷമാണ്. ഇനി ഒരുപക്ഷെ ഇത് വെളിപ്പെട്ടാൽ തന്നെയും ആത്മവിചാരത്തിലൂടെ ഇത് ഉള്ളിലേക്ക് അടക്കിക്കളയണം. അങ്ങനെ അടക്കി നമ്മൾ പ്രാക്ടീസ് ഇങ്ങനെ നിരന്തരമായി അഭ്യാസം കൊണ്ട് ഇത് വെളിപ്പെട്ടാലും ഇത് നമ്മളെ സ്വാധീനിക്കാൻ സാധിക്കാത്ത ലെവലിലേക്ക് ഇത് മാറും. സ്ഥിതപ്രജ്ഞത്വമൊക്കെ എങ്ങനെയാണ് പറയുന്നത്? കൃഷ്ണൻ കോപസ്ത്രീകളുമായിട്ട് പിന്നെ ഇതുപോലെ കളിക്കുകയും രസിക്കുകയും ചെയ്യുന്നത് നടന്നില്ലേ? എല്ലാമായിട്ട് ഇടപെട്ടില്ല. അതാ സ്ഥിതപ്രജ്ഞ ലക്ഷണം പറഞ്ഞിരിക്കുക. അത് അദ്ദേഹത്തിനെ സംബന്ധിച്ച്, കാരണം അദ്ദേഹം തന്നെയാണ് സർവ്വതുമായിട്ട് നിൽക്കുന്നത്. എന്നിൽ നിന്ന് തന്നെയാണ് ഇതെല്ലാം ഉത്ഭവിച്ചിരിക്കുന്നത്. ഇത് അടക്കിയിരിക്കുന്നത് നല്ല സമാധി. ഇത് വെളിപ്പെട്ട് നിൽക്കുന്ന എന്ന് പറയുന്നത് ഈ പറയുന്ന ദശകളാണ്. ഇത് തന്നിൽ ഉള്ളിലേക്ക് അടങ്ങി ഇരുന്ന് ധ്യാനിച്ച് ആ നിലയിലേക്ക് ഇത് മാറും. പിന്നെ ഇത് നമ്മൾക്ക് ദോഷമുള്ള കാര്യമായി വരില്ല. ഇങ്ങനെയാണ്. ഇപ്പൊ സ്വരൂപജ്ഞാനത്തെ പറ്റി, വൃത്തിജ്ഞാനത്തെ പറ്റി സ്വാമി ഇവിടെ പറഞ്ഞിരിക്കുന്നത്. 2 തരം ജ്ഞാനം ഇതിലുണ്ട്. അതിൽ ഒന്ന് സ്വരൂപജ്ഞാനം, അതാണ് സുഷുപ്തിയിലുള്ളത്. സുഷുപ്തിയിലുള്ളതെന്ന് പറഞ്ഞ അർത്ഥം, സുഷുപ്തി എന്ന് പറഞ്ഞാൽ തമസാണ്. തമസിലും ഇരുട്ടത്തും നമുക്കൊന്നും കാണാൻ കഴിയില്ല. അതുപോലെ നല്ല വെട്ടത്തിലും ഒന്നും കാണാൻ പറ്റില്ലെന്നാണ് സുരേഷ് പറയുന്നത്. ഭയങ്കരമായ വെട്ടത്തിലും ഒന്നും കാണാൻ പറ്റില്ല. അതുപോലെ വെട്ടത്തില്, നല്ല വെളിച്ചത്തില് ഇതിന്റെ അഭാവം കണ്ടുകൊണ്ടിരിക്കുന്നതാണ് ഞാൻ. ഇരുട്ടത്തിരിക്കുന്നതാണ് സുഷുപ്തി. അതുകൊണ്ട് പറഞ്ഞു, ഈ സ്വരൂപജ്ഞാനം അജ്ഞാന ശത്രുവിന്റെ സുഷുപ്തിയിൽ കണ്ടായേ. എന്നാൽ ഈ സ്വരൂപജ്ഞാനത്തിൽ വരും അജ്ഞാനത്തെ ചുടും വൃത്തിജ്ഞാനം. വൃത്തിജ്ഞാനം എന്ന് വെച്ചാൽ അഹം ബ്രഹ്മം എന്നുള്ള എഴുമ്പി വരുന്ന ആ വൃത്തി. അത് തന്നെയാണ് നമ്മൾ അഹം ബ്രഹ്മാസ്മി പഴകം പറഞ്ഞത്. അത് തന്നെയാണ് ആത്മവിചാരം. ഞാൻ ഈ ദേഹമല്ല, ഈ മനസ്സല്ല, ബുദ്ധിയല്ല, ചിത്തമല്ല, അഹങ്കാരമല്ല, ഈ കാണുന്ന ഒന്നും ഞാനല്ല. പിന്നെ ഞാൻ ആരാണെന്ന് ചോദിച്ചാൽ ഇതിനെല്ലാം കേവലം സാക്ഷിയായിട്ടിരിക്കുന്നു. അത് എങ്ങനെ ഇരിക്കുന്നു? ഒന്നിനാലും അറിയപ്പെടാൻ സാധ്യമല്ല. അതായത് അതിൻ്റെതായ ഒരു നിലയിലേക്ക് ഇതിനെ വിട്ട് ഉപേക്ഷിച്ചിരിക്കുന്ന ആ ഉണർവുള്ള നില തന്നെ. അതായത് സവികൽപ്പ സമാധി പഴകാൻ നമുക്ക് പറഞ്ഞത് ഇങ്ങനെയാണ്. ഉറങ്ങിക്കളയല്ല. അവിടെ പിന്നെ എല്ലാ തമസിൽ നമ്മളെ വിട്ടിട്ടിരിക്കുന്നതല്ല. ഇത് മനസ്സിലാക്കണം. അതാണ് സ്വരൂപജ്ഞാനവും അജ്ഞാനത്തിന് വിരോധി അല്ലെന്ന് പറയാം. ആ അജ്ഞാനം എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതിൽ ജനിച്ചിരിക്കുന്ന ഈ പ്രപഞ്ചം, ഇതാണ് അജ്ഞാനം. ഇത് 2 രൂപത്തിലിരിക്കേണ്ടത്. ഒന്ന് വന്നിട്ട് അകപ്രപഞ്ചം, ഒന്ന് വെളിപ്രപഞ്ചം. അകപ്രപഞ്ചം ജീവന്റെ സൃഷ്ടിയാണ്, വെളിപ്രപഞ്ചം ഈശ്വരന്റെ സൃഷ്ടിയാണ്. പറയുന്നു, ആദ്യം ഈ അകപ്രപഞ്ചത്തെ വച്ചുകൊണ്ട്
അതിന് അധിഷ്ഠാനമായിരിക്കുന്ന കൂടസ്ഥനെ അറിയും. അത് കഴിഞ്ഞാൽ വെളിപ്രപഞ്ചത്തെ വെച്ചു. ഇതാണ് ഈശ്വര സൃഷ്ടി. വെളിപ്രപഞ്ചം ഈശ്വര സൃഷ്ടിയാണ്. ഇതിനെ പറയും വ്യാവഹാരിക സത്തയാണ് ഇതിന് കൽപ്പിച്ചിരിക്കുന്നത് ഈ വെളിപ്രപഞ്ചത്തിൽ. അകപ്രപഞ്ചത്തിനാണെങ്കിൽ പ്രാതിഭാസിക സത്ത, സ്വപ്നം കാണുന്ന സമയം മാത്രം സത്യം. ഇത് ഒരു വ്യവഹരിക്കുന്ന സമയത്തൊക്കെ സത്യം. അപ്പൊ ഈശ്വര സൃഷ്ടമായിരിക്കുന്ന ഈ ബ്രഹ്മാണ്ടം ഇത് വ്യാവഹാരിക സത്യമാണ് ഇതിനുള്ളത്. വ്യവഹരിക്കുമ്പോൾ ഇതിന് സത്യത്വം തോന്നും. എന്നാൽ ഇത് രണ്ടും ഒരുപോലെ ഇല്ലാത്തതാണ്. ആ പാരമാർത്ഥിക സത്തയിൽ ഇതില്ല, രണ്ടുമില്ല. അപ്പം ഇതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് ഈശ്വരന്റെ ആ വ്യാവഹാരിക സത്ത അതിൽ വെളിപ്രപഞ്ചം നോക്കിക്കൊണ്ട് തൽപത ശോധന ചെയ്യണം. ഈശ്വരന്റെ ഉപാധികളെ നേരിച്ച് അങ്ങനെ അതില് തെളിഞ്ഞ ബ്രഹ്മവും ജീവന്റെ ഉപാധികളെ നേരി ചെയ്ത് തെളിഞ്ഞ കൂടസ്ഥനും ഇവര് രണ്ടുപേരും തങ്ങളിലുള്ള ഐക്യത്തെയാണ് തത്വമസി പറയുന്നത്. അവിടെ ഉള്ളിൽ ആ കണ്ടത് തന്നെയാണ് ഈ വെളിയിൽ നിൽക്കുന്നത്. വാസ്തവത്തിൽ സർവത്ര ബ്രഹ്മമയമായിട്ട് അനുഭവം വരും. ഏകമേവം അദ്വിതീയം ബ്രഹ്മ എന്നുള്ള ആ പരമസാക്ഷാത്കാരം ഇതിൽ വരും. അങ്ങനെ വന്നാലുള്ള പ്രത്യേകത എന്താണ്? ഇതിന്റെ എല്ലാത്തിന്റെയും നാശം സംഭവിക്കും. ഈ അജ്ഞാനത്തിന്റെ പരിപൂർണ നാശം. ഇതിനെയാണ് വിദേഹമുക്തിയായിട്ടും എന്നോട് പറഞ്ഞത്. വിദേഹമുക്തി, ജീവൻ മുക്തി എന്ന് പറയുന്നത് തന്റെ ഉള്ളിലുള്ള അതിന്റെ ശോധനയിൽ കൂടസ്ഥ ദർശനം വരുന്നതിന് ജീവൻ മുക്തി പദവി എന്ന് പറയും. ജീവൻ മുക്തൻ വിദേഹമുക്തൻ തന്നെന്നും ശാസ്ത്രങ്ങൾ പറയുന്നുണ്ട്. എന്നാലും അവരും ശിഷ്ടപ്രാരബ്ധം അനുഭവിക്കാൻ ആ ശരീരത്തിൽ കുറച്ചു കാലം കൂടെ ഇരിക്കേണ്ടി വരും. നമ്മുടെ ഗുരുക്കന്മാരെയൊക്കെ നോക്കിയേ കാണാം. ജ്ഞാനമടഞ്ഞതിന് ശേഷം ശങ്കരഭഗവത്പാദര് വീണ്ടും 16 കൊല്ലം കൂടെ ഇല്ലേ? അത് പ്രാരബ്ധമാണ്. വ്യാസഭഗവാനാണ് അത് നീട്ടിക്കൊടുത്തത് അല്ലേ? ഇതിന്റെ കഥയുണ്ട്. വേറൊന്നുമല്ല, ഈ അടഞ്ഞ ജ്ഞാനം ഈ ലോകത്തിന് ഉപകാരമാക്കി കൊടുക്കാനാണ്. എല്ലാവരെയും അറിയിക്കാൻ വേണ്ടിയാണ്. ആ പ്രാരബ്ധം പിന്നെ അവിടെ അവർ ഉപയോഗിക്കുന്നത്. തിരുമേനി സ്വാമികളെ പറ്റി പറയുന്നത് എങ്ങനെയാണ്? സ്വാമി കൂടെ പറയും, ഞാൻ എന്തേലും പോവേണ്ട ആളെന്നറിയാമോ, പക്ഷെ എല്ലാവരും കൂടെ പിടിച്ചിട്ടുള്ളതാണ് ഇങ്ങനെ പറയും. പറഞ്ഞ് പിന്നീടാണ് അതിൻ്റെ ആശയം നമുക്ക് മനസ്സിലായത്. സ്വാമി പറഞ്ഞു, മോൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് കടക്കോട്ട ആശ്രമത്തെ ഉദ്ധരിച്ച് ഗുരു സമർപ്പണം ചെയ്യാറുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു കാര്യം പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന് ആ ഒരു ദൗത്യത്തിൽ ഏർപ്പെടേണ്ടി വന്നു. ഗുരുക്കന്മാരുടെ ആജ്ഞ അനുസരിക്കേണ്ടതാണ്. ഇതല്ല എന്താണ് അജയ് ചെയ്യുന്നത്? നമുക്ക് വീണ്ടും ഇതിൽ കുറെ കാലം കൂടെ സ്ഥിതി ഉണ്ടാക്കി കൊടുക്കും. അതുകൊണ്ട് എന്താണ് അത് അദ്ദേഹത്തിന്റെ പിന്നീടുള്ള ദൗത്യം എന്ന് പറഞ്ഞാൽ കഴക്കൂട്ട ആശ്രമത്തെ ഉദ്ധരിക്കാന്ന് വെച്ചാൽ കുറച്ച് ആളുകളെയൊക്കെ വഴിയിൽ കൊണ്ടുവന്ന് ഇതിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി അവർക്ക് ഇരിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്തതിന് അവർ മാറി. അങ്ങനെ കുറെ കാലം ഇരുന്നു. അത് കഴിഞ്ഞ് ശരീരം വിടുകയും ഇങ്ങനെയാണ്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ജ്ഞാനത്തോടു കൂടി ശരീരം പോകേണ്ടതാണ് യഥാർത്ഥത്തിൽ. വാസ്തവത്തിൽ അതാണ് അതിന്റെ സത്യം. അങ്ങനെ തന്നെയാണ് സംഭവിച്ചത്. കാരണം ജീവൻ മുക്തിയിൽ എന്തിനാണ് സംഭവിച്ചത്? ഈ ഉപാധി നേതി ചെയ്തില്ല. ഉപാധി നേതി ചെയ്ത് ഈ ഉപാധിയെല്ലാം ജഡമാണെന്നും ഇതിൽ ചൈതന്യമായിരിക്കുന്നത് ഈ ഞാനാണെന്നും ആ ഞാനാണ് ആത്മാവ് ആയിട്ടിരിക്കുന്നത്, അതാണ് ബ്രഹ്മമാണെന്നും അറിഞ്ഞതോടുകൂടി തന്നെ അതിൽ തോന്നിയ ഉപാധിയാണ് ഈ ശരീരങ്ങളല്ലേ. ഈ ശരീരവും മനസ്സുമൊക്കെ അതിന്റെ ഉപാധികൾ. ഇതെല്ലാം നശിച്ചതിന് ശേഷം പിന്നെ എങ്ങനെ ജീവിച്ചിരിക്കാൻ പറ്റും എന്നുള്ളൊരു ചോദ്യമുണ്ട്. അവർ പറയുന്നു അത് നശിച്ചു എന്നുള്ള വാസ്തവം തന്നെ. അമ്പെയ്ത് ഭസ്മമാക്കിയ തേര് കുറച്ചുകൂടെ ഉരുണ്ടു എന്ന് പറയുമ്പോൾ കുറച്ചു ദൂരം കൂടെ ഉരുണ്ടു. കാരണം അത് ഭസ്മമാണ്, പക്ഷെ അത് കുറച്ചുകൂടെ ഉരുണ്ടു. അതാണ് പ്രാരബ്ധം. ആ പ്രാരബ്ധം മാറുന്നത് വരെ ഈ ശരീരം ഇതിൽ തുടരും. അത് ശരീരമാസത്തിൽ പോയി. അതിനുശേഷം ഇതിനറിയിക്കാൻ വേണ്ടിയാണ് ഭസ്മം ധരിക്കുന്നത്. കംപ്ലീറ്റ് നമ്മളാരും കണ്ടിട്ടില്ല. സൗമ്യൊക്കെ ശരിക്കും പറഞ്ഞാൽ പൗഡർ ഇടും പോലെ പുറം മുഴുവൻ വാരി തേച്ചോ. വേറൊന്നുമല്ല, ഭസ്മമായി പോയി. ഇതിൽ കഥയില്ല. ഇത് പോയി കഴിഞ്ഞു.
പോയി കഴിഞ്ഞെന്ന് അറിയിക്കായിരുന്നെങ്കിലും ശരീരം വെന്തു വെണ്ണീറായിപ്പോയി. പിന്നെ ഇത് നിങ്ങൾക്ക് തോന്നണം അസ്വസ്ഥത പോയി എന്നുള്ളത് കാണിക്കുന്നത്. അപ്പൊ ജ്ഞാനത്തോടു കൂടി വിദേഹമുക്തി വരാതെ ഇരിക്കുന്ന കാലം അത്രയും ഇവര് ഭസ്മം ധരിച്ച് ഈ ശരീരം പോയതായിട്ട് തന്നെ ലോകത്തെ അറിയിക്കും. ദേഹം മുഴുവൻ ഭസ്മം ഇടും അവര്. മാധവസ്വാമിക്ക് നിറച്ച് ഭസ്മം ഇടും. ഗുരുദേവൻ അങ്ങനെയല്ലായിരുന്നു, മുഴുവൻ ഭസ്മം ഇടും. ഭസ്മം എന്ന് പറഞ്ഞാൽ ഭസ്മമായി പോയി എന്ന് കാണിക്കാനുള്ള ഒരു ഉപാധി മാത്രം. അപ്പോൾ മനസ്സിലായല്ലോ ഈ വൃത്തിജ്ഞാനത്തെ പറ്റിയാണ്. ഇതാണ് യാജ്ഞവൽക്യജ്ഞാനം, ഇതാണ് വൃത്തിജ്ഞാനം. ജനകന്റെ സദസ്സിലുണ്ടായിരുന്നവരെല്ലാം സ്വരൂപജ്ഞാനികളായിരുന്നു. എല്ലാവരും ഗർവമൊന്നും വിട്ടിട്ടില്ല. ഞാൻ വലിയ ബെടാന്ന് വിചാരിച്ചിരുന്ന എല്ലാവരും എത്രയോ കാലമായിരുന്നു അവർ, അല്ലേ? അപ്പോഴാണല്ലോ ജനമഹാരാജാവിന് ഒരു ആഗ്രഹം തോന്നി, തനിക്ക് യാജ്ഞവൽക്കരെ ഗുരുവായി സ്വീകരിക്കണമെന്ന്. അങ്ങനെയാണല്ലോ അദ്ദേഹം വളരെ വിഷമിച്ചു. ഇങ്ങനെ ഈ ഗുരുക്കന്മാരെ പറഞ്ഞ് സമാധാനിപ്പിച്ച് ഇങ്ങനെ കൊണ്ടുവരാൻ പറ്റുമെന്നൊക്കെ ആലോചിച്ച് ബുദ്ധിപൂർവ്വം പ്രവർത്തിച്ചതാണ്. ഒരു സത്രം, ഒരു ആധ്യാത്മിക സത്രം എന്തോ നടത്തുന്നു പറഞ്ഞു. വരുന്നവർക്ക് ജയിക്കുന്നവർക്കൊക്കെ സ്വർണ്ണ നാരങ്ങ, പശുക്കൾ, ഇതൊക്കെ പറഞ്ഞപ്പോഴും ഗുരുക്കന്മാരെല്ലാം സമ്മതിച്ചു. എന്നാ പിന്നെ നമുക്ക് കിട്ടാം, നമുക്ക് കഴിച്ചു മാറ്റാമെന്നുള്ള വിചാരത്തില് എല്ലാവരും സമ്മതിച്ച് അങ്ങനെയാണ് യാജ്ഞവൽക്കർ വരുന്നത്. മനസ്സിലായില്ലേ? യാജ്ഞവൽക്കർ എന്ന് പറഞ്ഞാൽ ആരാണ്? വൃത്തിജ്ഞാനത്തിന്റെ ആചാര്യൻ. മറ്റതെല്ലാം സ്വരൂപജ്ഞാനികളാണ്. വൃത്തിജ്ഞാനത്തിന് മുമ്പിൽ എന്തെങ്കിലും നിൽക്കാൻ പറ്റുമോ? അതാണ് ഇവിടെ പറഞ്ഞ് മനസ്സിലാക്കി. രണ്ടു തരം ജ്ഞാനം ഇതിൽ ഉത്ഭവിക്കും. അതിൽ ഒന്ന് സ്വരൂപജ്ഞാനം. ഈ സ്വരൂപജ്ഞാനം അജ്ഞാനത്തെ നശിപ്പിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ അർത്ഥം ഈ സ്വരൂപജ്ഞാനം ജനന മരണ സംസാര ദുഃഖത്തിന് പോഷകമായിട്ടാണ് ഇരിക്കുന്നത്. ഇതൊരിക്കലും ആ പരിപൂർണമായ മുക്തിയെ കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞു. അതിന് നമ്മള് ഇന്നത്തെ സമയത്ത് കേട്ടതാണ് ഞാൻ പറഞ്ഞത്. 99% സന്യാസിമാരും ഈ ഉറങ്ങുന്നത് പോലെ ഇരുന്ന് ധ്യാനിക്കുന്ന സ്വഭാവമാണ്. അതുകൊണ്ട് പ്രയോജനം ഇല്ല എന്ന് മനസ്സിലാക്കിക്കൊള്ളാനുമാണ് ഇതിന്റെ അർത്ഥം. മറിച്ച് ഈ ആത്മവിചാര രൂപമായിട്ട് ഈ ഞാൻ ആരെന്നുള്ള അന്വേഷണ ബുദ്ധിയോടുകൂടി ഇതിൽ വർത്തിക്കുകയാണെങ്കിൽ പതുക്കെ 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 അത് വൃത്തിജ്ഞാനത്തിലേക്ക് പോകും. മനാദിയാം ശരീരത്തിൽ ഇന്ത ഞാനവൻ ചിത്തത് ജഡമേത് രണ്ടും ഒന്നാകെ ചേരും ബന്ധമേത്. രണ്ടും കൂടെ ചേർന്നിരിക്കുന്ന ബന്ധത്തെയാണ് നമ്മളിവിടെ പറയുന്നത്. എങ്ങനെയാണ് ഇരുട്ടും വെളിച്ചവും കൂടെ ചേർന്നിരിക്കുന്നത് സുരേഷ്? ഞാൻ ചന്ദ്രൻ എന്ന് പറഞ്ഞപ്പോഴേ ഞാനെന്ന് പറഞ്ഞത് വെളിച്ചം, ചന്ദ്രൻ എന്ന് പറഞ്ഞ ഇരുട്ട്, ഇത് രണ്ടും കൂടെ എങ്ങനെ യോജിച്ചു? നിശ്ചയമാണ് യോജിച്ച്. എങ്ങനെയാണ്? വെറും അജ്ഞാനം കൊണ്ട്. അത് വാസ്തവത്തിൽ യോജിക്കുന്നില്ലത്. ഞാൻ ചന്ദ്രനല്ല, അത് ഈ ശരീരത്തിന് കൊടുത്ത നാമം മാത്രമാണ്. ഞാൻ ആത്മാവാണ്, അതിന്റെ നാമം ഇതല്ലല്ലോ. മനസ്സിലായില്ലേ? ഇതിങ്ങനെ പരസ്പര വിരുദ്ധമായി ഇതെങ്ങനെ സംഭവിച്ചു എന്ന് തന്നെയാണ് ഇവിടെ സ്വാമി ചോദിച്ചത്. നിലവിലെ മറുപ്പ് പോലെ നിമല ജ്ഞാനവും അജ്ഞാനത്തോടു കൂടി നിന്റെ ചിരുട്ടികൾ ചെയ്യവും കൂടുമോ ഗുരുമൂർത്തി? ഇങ്ങനെയുള്ള സൃഷ്ടി ചെയ്യാൻ ഇങ്ങനെ സാധിച്ചു എന്നുള്ളതാണ്. എങ്ങനെയാന്ന് വെച്ചാൽ ഇരുട്ടിലെ വെളിച്ചത്തിൽ ഇരുട്ട് നിൽക്കുന്ന പോലെ വെളിച്ചത്തിൽ ഒരിക്കലും ഇരുട്ടിന് നിൽക്കാൻ സാധ്യമല്ല. ഇതിനെ മനസ്സിലാക്കിക്കൊണ്ട് ചോദിച്ച ഒരു ചോദ്യം കൂടെയാണ് ഇപ്പൊ ഈ പറഞ്ഞത്. 79ാമത്തെ പദ്യം. തുരുത്തിമായി ചുഴുത്തിയിൽ ചുടാതെ സ്വരൂപജ്ഞാനം താന് വിരുത്തി ജ്ഞാനമായി ചുട്ടത് എപ്പടി എന്നിൽ വെയിലിലാൽ ഉലകെങ്കും പരുത്ത ചൂര്യൻ സൂര്യകാന്തക്കല്ലിൽ പറ്റിയ അഗ്നിയാകി എരിത്ത വാറുപോൽ സമാധിയിൽ വിരുത്തിയാൽ എരിത്തതെന്റെ അറിവായേ. തുരുത്തിമായി ചുഴുത്തിയും ചുടാതെ സ്വരൂപജ്ഞാനം താന് വിരുത്തിമായ ചുടുവതെപ്പടി എന്നിൽ വെയിലിലാൽ ഉലകെങ്കും പരുത്ത ചൂര്യൻ സൂര്യകാന്തത്തിൽ പറ്റി അഗ്നിയാകി എരുത്ത ആറുപോൽ സമാധിയിൽ വിരുത്തിയാൽ എനിക്കുമെന്റെ അറിവായി. തുരുത്തിയെ പോലെ സങ്കോച വികാസങ്ങളോടുകൂടിയ അവിദ്യയെ ചുഴുത്തിയിൽ ചുടാതത് സ്വരൂപജ്ഞാനം താന് സുഷുപ്തി വിരോധിയായി ദഹിപ്പിക്കാതെ അതിന് സാധകമായിരുന്ന സ്വരൂപജ്ഞാനമാണ് വൃത്തി ജ്ഞാനമായി തോന്നി. വൃത്തി ജ്ഞാനരൂപമായി അത് ചുട്ടത് എപ്പടി ദഹിപ്പിച്ചത് എങ്ങനെയെന്ന് നീ സംശയിക്കുന്നുവെങ്കിൽ വെയിലിലാൽ തന്റെ കിരണത്താൽ ഉലകെങ്കും പരുത്ത ലോകങ്ങളെയെല്ലാം സാധകമായി നിന്ന് കാത്ത സൂര്യൻ
സൂര്യകാന്തക്കല്ലിൽ പറ്റിയ അഗ്നിയാകി ചേർന്ന് അഗ്നിരൂപമായി തോന്നി എരുത്താറുപോൽ ചുട്ടമാതിരി സമാധിയിൽ വൃത്തിജ്ഞാനത്താൽ എരിക്കുമെന്റെ വിരോധിയായി നിന്ന് അജ്ഞാനത്തെ എരിച്ചു കളയുമെന്ന് നീ അറിയുക. ആത്മാവ് പ്രകാശരൂപമായി ഇരിക്കുന്നു എങ്കിലും ആത്മാവിന്റെ സ്വരൂപപ്രകാശം അജ്ഞാനത്തിന് വിരോധിയല്ല. അത് അജ്ഞാനത്തിന് വിരോധി ആയിരുന്നെങ്കിൽ സുഷുപ്തിയിൽ പ്രകാശരൂപമായ ആത്മാവിൽ അജ്ഞാനം തോന്നേണ്ട ആവശ്യമില്ലായിരുന്നു. ഘോരമായ നിദ്രയിൽ നിന്ന് ഉണർന്നവന് ഞാൻ സുഖമായി ഉറങ്ങി ഒന്നും അറിഞ്ഞില്ല എന്നുള്ള ജ്ഞാനം ഉണ്ടാകുന്നതിനാൽ ഈ ജ്ഞാനത്തിന് സുഖവും അജ്ഞാനവും വിഷയമായിരിക്കുന്നു. ഈ രണ്ട് ജ്ഞാനവും ജാഗ്രകാലത്തിൽ പ്രത്യക്ഷ രൂപമല്ല, സ്മൃതി രൂപമാകുന്നു. ആ സ്മൃതിയും അജ്ഞാത വസ്തുവിന്റെ സ്മൃതിയല്ല, ജ്ഞാത വസ്തുവിന്റെ സ്മൃതി തന്നെയാണ്. അതിനാൽ സുഷുപ്തിയിൽ സുഖം, അജ്ഞാനം ഇവയുടെ ജ്ഞാനമുണ്ട്. ആ സുഷുപ്തിയിലുള്ള ജ്ഞാനം അന്ധകരണത്തിനാലോ ഇന്ദ്രിയങ്ങളാലോ ഉണ്ടായതല്ല. കാരണം സുഷുപ്തിയിൽ ആത്മസ്വരൂപ ജ്ഞാനമല്ലാതെ അന്ധകരണവും ഇന്ദ്രിയങ്ങളും ഇല്ലാതിരിക്കുന്നതിനാൽ അവകളാൽ ഉണ്ടായതല്ല. ജ്ഞാനം എന്നോ പ്രകാശമെന്നോ പറയുന്നത് ഒന്നിനെ തന്നെയാണ്. ഇങ്ങനെ ആയാൽ സുഷുപ്തിയിൽ ആത്മപ്രകാശരൂപമായിരിക്കുന്നു. അപ്രകാരം പ്രകാശരൂപമായിരിക്കുന്ന ആത്മാവിൽ സ്വരൂപ സുഖവും അജ്ഞാനവും വിളങ്ങി നിൽക്കുന്നു. ആത്മസ്വരൂപ പ്രകാശം അജ്ഞാനത്തിന് വിരോധി ആയിരുന്നെങ്കിൽ ഉണ്ടായ ജ്ഞാനം വിളങ്ങുകയില്ലായിരുന്നു. അതിനാൽ ആത്മാവിന്റെ സ്വരൂപപ്രകാശം അജ്ഞാനത്തിന് വിരോധിയല്ല, പിന്നെയോ അവയ്ക്ക് സാധകമായിരിക്കുന്നു. ഈ അഭിപ്രായത്തിലാണ് വേദാന്ത ശാസ്ത്രങ്ങളിൽ സാമാന്യ ചൈതന്യം അജ്ഞാനത്തിന് വിരോധിയല്ല, വിശേഷ ചൈതന്യമാണ് അജ്ഞാനത്തിന് വിരോധിയാകുന്നത്. വ്യാപകമായ ചൈതന്യത്തിന് സാമാന്യ ചൈതന്യം എന്ന് പറയുന്നു. വൃത്തിയിലുള്ള ചൈതന്യത്തിന് വിശേഷ ചൈതന്യം എന്നും ആകുന്നു. കാഷ്ടത്തിലിരിക്കുന്ന സാമാന്യ അഗ്നി അന്ധകാരത്തിന് വിരോധിയല്ല. എന്നാൽ മഥനത്തിൽ ഉണ്ടാകുന്ന അഗ്നി അതിനെ പറ്റി നിന്നുകൊണ്ട് അന്ധകാരത്തെ വിരോധിക്കുന്നു. അതുപോലെ വ്യാപകമായ ചൈതന്യം അജ്ഞാനത്തിന് വിരോധിയാകാതെ വേദാന്ത വിചാരത്തിനാൽ ഉണ്ടാകുന്ന അന്ധകരണത്തിന്റെ ബ്രഹ്മാകാര വൃത്തിയിലുള്ള ചൈതന്യം അജ്ഞാനത്തിന് വിരോധിയാകുന്നു. അതിനാൽ കേവലം ചൈതന്യ അജ്ഞാനത്തിന് വിരോധിയല്ല. വൃത്തിയോടുകൂടിയ ചൈതന്യ അജ്ഞാനത്തിന് ശത്രുവാകുന്നു. അല്ലെങ്കിൽ ചൈതന്യത്തോടു കൂടിയ വൃത്തി അജ്ഞാനത്തിന് വിരോധിയാകുന്നു. ഒന്നാം പക്ഷത്തിൽ അജ്ഞാനനാശത്തിന് ഹേതു ചൈതന്യമാകുന്നു, വൃത്തി സഹായമായിരിക്കുന്നു. രണ്ടാം പക്ഷത്തിൽ അജ്ഞാനനാശത്തിന് ഹേതു വൃത്തിയാകുന്നു, ചൈതന്യം സഹായമാകുന്നു. ഇത് അവച്ഛേദവാദത്തിന്റെ അനുയോജ്യം. എന്നാൽ ആഭാസവാദത്തിൽ സാമാന്യ ചൈതന്യത്തെ പോലെ വിശേഷ ചൈതന്യവും അജ്ഞാനത്തിന് വിരോധിയല്ല. പിന്നെ വിരോധി ആരാണെന്നാണെങ്കിൽ വൃത്തിയോടുകൂടിയ ആഭാസൻ അല്ലെങ്കിൽ ആഭാസനോടുകൂടിയ വൃത്തി അജ്ഞാനത്തിന് വിരോധിയാകുന്നു. അതുകൊണ്ടാണ് സ്വരൂപജ്ഞാനം അജ്ഞാന ശത്രു അല്ലെന്നും വൃത്തിജ്ഞാനം അജ്ഞാന ശത്രുവെന്നും സമാധിയിൽ വൃത്തിയാൽ എരിക്കുമെന്നും പറഞ്ഞിരിക്കുന്നത്. ഇങ്ങനെയാണ് സ്വാമി അതിന് കൊടുത്തിരിക്കുന്ന എക്സ്പ്ലനേഷൻ. പറയാണ്, ഈ അഭിപ്രായത്തിലാണ് വേദാന്ത ശാസ്ത്രങ്ങളിൽ സാമാന്യ ചൈതന്യം അജ്ഞാനത്തിന് ശത്രു അല്ല എന്ന് പറഞ്ഞിരിക്കുന്നത്. പിന്നെ പറയുന്നത് വിശേഷ ചൈതന്യമാണ്. എന്നാൽ ഈ സാമാന്യ വിശേഷം എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥമെന്ന് ചോദിച്ചാൽ സത്യചിത്ത ആനന്ദമാണ് ആത്മാവിൻ്റെ സ്വരൂപം. അതിൽ സത്ത് എന്ന് പറയുന്നതാണ് സാമാന്യ ചൈതന്യം. വിശേഷ ചൈതന്യം എന്ന് പറയുന്നത് ചിത്തിൻ്റെ ആനന്ദത്തിനെയാണ്. സത്ത് എല്ലാവർക്കും വിളകിക്കൊണ്ടിരിക്കുക. സ്വാമി പറഞ്ഞത് എങ്ങനെയാണ്? ഞാൻ ഇല്ലെന്ന് ആർക്കെങ്കിലും തോന്നുന്നുണ്ട്, ഞാൻ ഇല്ലെന്ന് ആർക്കെങ്കിലും തോന്നുന്നുണ്ട്. ഇപ്പം ഞാനുണ്ട്. ആ ഞാൻ ഉണ്ടെന്ന് തോന്നിയിരിക്കുന്നത് ആ സാമാന്യ പ്രകാശമാണ്. അതാണ് സാമാന്യ ജ്ഞാനം എന്ന് പറയും. ഇതിന് പേര് സാമാന്യ ജ്ഞാനം. ശ്രീകുമാരൻ നിങ്ങളവിടെ ഉണ്ടോ എന്ന് ചോദിച്ചു ഞാൻ. അപ്പോൾ എന്താ പറയും? ഞാൻ അവിടെ ഉണ്ടോ? എവിടെ നോക്കിയുണ്ട്, ആര് നോക്കിക്കൊണ്ട് പറഞ്ഞു നിങ്ങൾ എന്ന് നമ്മൾ ചിന്തിക്കുന്നില്ലെന്നേ ഉള്ളൂ. പക്ഷേ സാമാന്യമായിട്ട് ആ ജ്ഞാനം അതിലുണ്ട്. ഈ ജ്ഞാനം എല്ലാവർക്കും ഉണ്ട്. ഇതാണ് സാമാന്യ ജ്ഞാനം എന്ന് പറയുന്നത്. ഇത് അജ്ഞാനത്തിനെ നശിപ്പിക്കുന്നില്ല. വേറെ ഒത്തി പറഞ്ഞാൽ ഇത് അജ്ഞാനത്തിന് പോഷണമാണ്. ഇതിലാണ് അജ്ഞാനം തഴുത്തി. പക്ഷെ ഇതില് ആ വിശേഷ ജ്ഞാനം എന്ന് പറയുന്നത് എങ്ങനെ വരും? വിശേഷ ചൈതന്യം, ഈ സാമാന്യ ചൈതന്യമാകുന്ന ഇതിലെ ഇതാണ് ഒരു പിടിവള്ളി. ഈ പിടിവള്ളിയിൽ പിടിച്ചുകൊണ്ട് ഒന്നുകൂടെ ഉയർന്ന ഇതിലേക്ക് ചേരാനായിട്ടുള്ള പ്രയത്നം.
ഇത് തന്നെയാണ് 9 ലക്ഷ്യമായി വരാൻ പറഞ്ഞതിൻ്റെ അർത്ഥം. അപ്പൊ ഇതിന്റെ ഉപാധി എന്ന് പറഞ്ഞാൽ അതിൽ തോന്നിയിരിക്കുന്ന കാര്യങ്ങളെല്ലാം നിഷേധിച്ച് ശുദ്ധമായിട്ട് പരിശുദ്ധമായിട്ട് ചമഞ്ഞ് വരുന്നതാണ്. വന്ന് പരിപൂർണമായിട്ട് ആ സച്ചിദാനന്ദ രൂപമായിട്ട് ആത്മാവ് വിളങ്ങുന്നത് സമാധിയിൽ അനുഭവിച്ചറിയും. കാരണം ഇതില് നമുക്ക് പറഞ്ഞു തന്ന് മനസ്സിലാക്കേണ്ട കാര്യമല്ല അത്. ഇത് പറഞ്ഞു കൊടുക്കുന്നത് അതിലേക്ക് വരാനുള്ള വഴികൾ മാത്രമേ ഉള്ളൂ. വേദത്തിന് അത്രേ പറയാൻ ഒക്കുള്ളൂ. ഇതൊരു കാണിച്ചു കൊടുക്കാനും ആർക്കും പറ്റില്ല. ഇത് അവരവര് തന്നെ ഈ രൂപത്തിൽ, അതായത് ഗുരു വേദാന്ത ശാസ്ത്രങ്ങൾക്ക് അനുയോജ്യമായ രീതിയിൽ വിചാരം ചെയ്തറിയണം. വേറെ ഒരു വിധത്തിലും ഇതിന് പറ്റില്ല. അതില്ല, ഇതിന് ഈ ശ്രുതിയുടെ മുമ്പ്, അതാണ് ശ്രുതിജ്ഞാനം ഇതിൽ മസ്റ്റ് എന്ന് പറയുന്ന കാരണം. ശ്രുതിജ്ഞാനം ഇല്ലെങ്കിൽ അയാൾ ശിശുവാണെന്ന്. ഏതില്? ആത്മവിദ്യയിൽ ശിശുവാണ്. മാധവന്റെ സ്വാമിയുടെ വാക്കാണ്. ഞാനിത് പറയുന്നതെല്ലാം അതിൻ്റെതായ ഭാവത്തിൽ തന്നെ പറയും. വെറുതെ ഒരു വേഗ സംഭാഷണം അവർ ചെയ്യില്ല. അവർ എന്ത് പറഞ്ഞിട്ടുണ്ടെങ്കിലും അതിനകത്തൊരു കാര്യമാണ്. അത് ഒരു ഉപദേശമായിരിക്കും എല്ലാവർക്കും. മനസ്സിലായിക്കോളൂ. അപ്പം കേവലം സ്വരൂപജ്ഞാനത്തിലാണ് നമ്മളെല്ലാം ഇരിക്കുന്നതെന്ന് ബോധ്യപ്പെട്ടത്. ഇത് തന്നെയാണ് സുഷുപ്തിയിൽ നമ്മൾ നിത്യവും അനുഭവിച്ചു അതിനുകൊണ്ടിരിക്കുന്നത്. ഇവിടെ പറഞ്ഞോ അതിനെ വിടൂ ഇതിനെ വിടൂ എന്നൊക്കെ പറഞ്ഞെല്ലാം സ്വാഭാവികമായിട്ട് വിട്ടു നിൽക്കുന്ന നിലയിൽ സുഷുപ്തിയിലിരിക്കുന്നു അല്ലേ? എല്ലാവർക്കും സമ്പാദിച്ച വീടില്ല, വസ്തുവില്ല, ബാങ്ക് ബാലൻസിനെ പറ്റിയില്ല അറിഞ്ഞൂടാ, ശരീരത്തിലെ രോഗങ്ങളെ പറ്റി അറിഞ്ഞൂടാ, ആണെന്നോ പെണ്ണെന്നോ അറിഞ്ഞൂടാ. സുഷുപ്തിയിൽ കിടക്കുന്ന ഒരാൾക്ക് താൻ ആണെന്നോ പെണ്ണെന്നോ അറിഞ്ഞൂടാ. എല്ലാം മറന്നു കിടന്ന് ഉറങ്ങുന്ന ഒരു നിലയിലാണ് സുഷുപ്തിയിൽ കടന്നു പോകുന്നത് ഓരോ ദിവസവും. ഇത് സ്വരൂപജ്ഞാനമാണ്. ഇതാണ് ഇതിന്റെ ശരിക്കും അവർ പറഞ്ഞത്, ആ സ്വരൂപജ്ഞാനത്തിലെ മരുവയാണ്. പക്ഷെ ഈ സ്വരൂപജ്ഞാനം അജ്ഞാനത്തിനെ നശിപ്പിക്കാൻ പര്യാപ്തമല്ല. ഇത് സാമാന്യ ജ്ഞാനത്തിലാണ് നമ്മളെല്ലാം ജീവിച്ചിരിക്കുന്നതെന്നുള്ളത് മനസ്സിലാക്കുക. ഇതില്ലെങ്കിൽ ആർക്കും പിടിച്ചു നിൽക്കാൻ പോലും പറ്റും. ജ്ഞാനം തന്നെയാണ്, പക്ഷെ സാമാന്യമായിട്ടേ ഉള്ളൂ. ഇതിനെയാണ് രമണ ഭഗവാൻ ഇങ്ങോട്ട് എടുത്തു. കാരണം ഇത് ജ്ഞാനിക്കോ അജ്ഞാനിക്കോ ഈ ജ്ഞാനം ബാധിച്ചിട്ടില്ല, മറഞ്ഞിട്ടില്ല. അതുകൊണ്ട് സ്വാമി പറഞ്ഞു, ഈ ഞാൻ ആരാണെന്ന് നോക്കാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ ആരാണെന്ന് നോക്കാനായിട്ട് പറഞ്ഞപ്പോൾ ആളുകൾക്ക് മനസ്സിലായില്ലത്. സ്വാമി ചോദിച്ചു, ഇത് എവിടെ നോക്കിക്കൊണ്ട് ആരാണ് ഈ ഞാൻ? ഇത് ആരെ നോക്കിക്കൊണ്ടാണ് നീ ഞാനെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇപ്പോഴും? ഇതിനെ ഒന്ന് പരിശോധിക്കുന്നതിനാണ് ഞാൻ ആരായെന്ന് പറയുന്നത്. ഇത് പരിശോധിച്ചാൽ മനസ്സ് ഏകാഗ്രമാവും. ഈ പറഞ്ഞ വിരക്തിയൊക്കെ ഇതിൽ ഓട്ടോമാറ്റിക്കായിട്ട് വരും. ഇത് തന്നെയാണ് ഇതിന്റെ പ്രയോജനം. ഇതിൽ അങ്ങനെ ഇരുന്ന ഞാൻ അന്വേഷിക്കുന്ന രൂപത്തിൽ ആത്മവിചാരം ഇതിൽ വന്നാൽ അത് തന്നെയാണ് നമ്മുടെ ഈ ശാസ്ത്രകർത്താവ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ വനാദ്യം ശരീരത്തിൽ ഇതാണ് ഈ വിചാരം. ഈ വിചാരത്തിന്റെ സ്വരൂപം പറഞ്ഞിരിക്കുകയാണ്. ഈ വിചാരമില്ലാത്ത ധ്യാനം ഒന്നും നമുക്ക് പ്രയോജനമില്ലെന്നാണ് അവർ പറയുന്നത്. അവരുടെ ഭാഷയാണ് ഞാൻ പറഞ്ഞത്. പ്രയോജനം ഉണ്ട്, ഇല്ലെന്നല്ല, പൂർണ്ണമായി ഇല്ലെന്നല്ല. പക്ഷെ ജ്ഞാനത്തിലേക്ക് പ്രയോജനം വരില്ല. ഈ മുക്തിയിലേക്ക് കൊണ്ടെത്തിക്കും. പരിപൂർണമായ മുക്തിയിലേക്ക് വരണമെങ്കിൽ ഈ വൃത്തിജ്ഞാനത്തിലേ പറ്റുള്ളൂ. ആ വൃത്തിജ്ഞാനത്തെ പറ്റി പറഞ്ഞ എന്തിനാണ്? അന്ധക്കരണത്തിൽ നിന്ന് എഴുമ്പുന്ന ബ്രഹ്മാകാര വൃത്തി, അഖണ്ഡാകാര വൃത്തി. ഇവർ പറയുന്നു അഹം ബ്രഹ്മാസ്മി എന്നുള്ളത്. അത് ഈ അജ്ഞാനത്തെ മുച്ചൂടും നശിപ്പിച്ച് ഇവന്റെ ആ ജനന വരേണ്ട സംസാര ദുഃഖത്തിന് അറുതി വരും. മറ്റതല്ല, ഇതിനെ തഴുപ്പിക്കും. വീണ്ടും ജനിക്കാനുള്ള കാര്യങ്ങളായിട്ടേ വരുള്ളൂ എന്നാണ് മനസ്സിലാക്കാനുള്ളത്. സ്വാമി ഇവിടെ പറഞ്ഞ ഒരു ഉദാഹരണം ശ്രദ്ധിച്ചാൽ, സാമാന്യമായി വ്യാപിച്ചിരിക്കുന്ന ഈ സൂര്യൻ പ്രകാശം എല്ലാവർക്കും അനുകൂലമായാണ് ചെയ്യുന്നതെങ്കിൽ അത് സൂര്യകാന്ത കല്ലിൽ കൂടെ പ്രവേശിച്ച് അത് ഒരു വസ്തുവിൽ വരികയാണെങ്കിൽ അതിനെ കത്തിച്ചുകളയും. ലെൻസ് എന്ന് വെച്ചോ. സാധാരണഗതിയിൽ ഈ കാടൊക്കെ കത്തിപ്പോണ എങ്ങനെയെന്ന് അവർ പറഞ്ഞു കേൾക്കുന്നില്ല. അതിന് നല്ല മഴയൊക്കെ വരുമ്പോൾ ഇത്തിരി വെള്ളം ഈ ഇലകളുടെ ഇടയിൽ തങ്ങി നിൽക്കും. പക്ഷെ അത് പൂർണ്ണമായി നശിക്കുന്നില്ല. അപ്പോഴാണ് സൂര്യപ്രകാശം അതിലടിക്കുന്നത്. അടിച്ചുടനെ അത് ലെൻസ് പോലെ ആക്ട് ചെയ്ത് അതിൻ്റെ താഴെയുള്ള ഇലയെ കത്തിച്ചിടും. ഇതിനാണ് തീപിടുത്തം കാട്ടുതീ പിടികൊണ്ടാവണം, കാട്ടുതീ ഉണ്ടാവണം. ഇങ്ങനെയാണ്. അപ്പം ശരിക്കും പറഞ്ഞാൽ ആ സാമാന്യമായിരിക്കുന്ന സൂര്യപ്രകാശം ആർക്കും ഒരു ഉപദ്രവം ചെയ്തില്ല. എന്നാൽ സൂര്യകാന്ത കല്ലിൽ കൂടി പ്രവേശിച്ച് അത് വന്നപ്പോൾ എന്ത് പറ്റി? അത് എരിച്ചു കളഞ്ഞു. ഇതുപോലെ ആ
വൃത്തിജ്ഞാനം ഈ അജ്ഞാനത്തിലായിരിക്കും. ആ വൃത്തിജ്ഞാനം എന്ന് പറയുന്നത് ഈ രൂപത്തിലാണ് ഉദാഹരിച്ചിരിക്കുന്നത്. സാമാന്യമായി കാഷ്ടത്തിലിരിക്കുന്ന അഗ്നി ഒന്നിനെ പ്രകാശിപ്പിക്കുന്നില്ല. കാഷ്ടം എന്ന് വെച്ചാൽ വിറവ്. വിറവിൽ ഒരു ചൂടില്ലേ, അതിനെ അഗ്നി. വിറവിലിരിക്കുന്ന സാമാന്യ ചൂട്, സാമാന്യ അഗ്നി അന്ധകാരത്തിനെ മാറ്റുന്നില്ല. എന്നാൽ അതിന് തീ കൊളുത്തി, അതാണ് ആ കാഷ്ടത്തിൽ തീ കൊളുത്തി വരുന്ന ആ അഗ്നി ആ കാഷ്ടത്തിൽ ഇരുന്നു കൊണ്ട് ഈ അന്ധകാരത്തിന് വിരോധിയായി. ഈ രൂപത്തിലൊക്കെയാണ് ഇതിനെ സ്വാമി ഉദാഹരണത്തിലാക്കി വെച്ചിരിക്കുന്നത്. സാമാന്യമായിരിക്കുന്ന ആ സൂര്യപ്രകാശം ഒന്നിനും വിരോധമായിട്ടല്ല ഇരിക്കുന്നത്. അത് ഒന്നിനും നശിപ്പിക്കുന്നുമില്ല. മറിച്ച് സൂര്യകാന്തത്തിൽ കൂടി വരുമ്പം അത് നശിപ്പിക്കും. ഇതുപോലെ ആ വൃത്തിജ്ഞാന രൂപമായിട്ട് ഇത് വന്നാലല്ലാതെ ഈ അജ്ഞാനം നശിക്കില്ല എന്നാണ് ഇവിടെ പറഞ്ഞ് അവസാനിപ്പിച്ചത്. കാഷ്ടത്തിലിരിക്കുന്ന സാമാന്യ അഗ്നി അന്ധകാരത്തിന് വിരോധിയല്ല. എന്നാൽ മഥനത്തിലുണ്ടാകുന്ന അഗ്നി അതിൽ പറ്റി നിന്നുകൊണ്ട് അന്ധകാരത്തിന് വിരോധിയാകുന്നു. ഇതുപോലെ വ്യാപകമായ ചൈതന്യം അജ്ഞാനത്തിന് വിരോധിയാകാതെ വേദാന്ത വിചാരത്തിനാൽ ഉണ്ടാകുന്ന അന്ധകരണത്തിന്റെ ബ്രഹ്മാകാര വൃത്തിയിലുള്ള ചൈതന്യം അജ്ഞാനത്തിന് വിരോധിയാകുന്നു. ഇത് കേവലം ചൈതന്യം അജ്ഞാനത്തിന് വിരോധിയല്ല, കേവല ചൈതന്യം അജ്ഞാനത്തിന് വിരോധിയല്ല. ഇവിടെ കാഷ്ടത്തിൽ പറ്റി വരുന്ന അഗ്നിയാണ്. പിന്നെ ഇവിടെ പറഞ്ഞൊരു കാര്യം, മനസ്സിലാകാത്തൊരു കാര്യം, ഈ ആഭാസവാദം അവച്ഛേദവാദം എന്നൊക്കെ പറഞ്ഞുകൊണ്ട്, പക്ഷെ നമ്മുടെ ഈ കൈവല്യം ഈ ആഭാസവാദത്തിലാണ് വന്നിരിക്കുന്നത്. ഇതിൽ അവച്ഛേദവാദത്തിന് അവർ ഖണ്ഡിച്ചിട്ടുണ്ട്. പറയുന്നു ആഭാസവാദത്തിൽ എന്താണ് പറയുന്നത്? സാമാന്യ ചൈതന്യത്തെ പോലെ വിശേഷ ചൈതന്യവും അജ്ഞാനത്തിന് വിരോധിയല്ല. പിന്നെ വിരോധി ആരാണെന്നാണെങ്കിൽ വൃത്തിയോടുകൂടിയ ആഭാസൻ അല്ലെങ്കിൽ ആഭാസനോടുകൂടിയ വൃത്തി അജ്ഞാനത്തിന് വിരോധിയാണ്. വൃത്തിയോടുകൂടിയ ആഭാസൻ ജീവനെയാണ് പറയുന്നത്. ഈ ജീവൻ എങ്ങനെ ആ വൃത്തി അഹം ബ്രഹ്മാസ്മി എന്നുള്ള രൂപത്തിലുള്ള ആ വൃത്തിയോടുകൂടിയ ആഭാസൻ ചേർന്ന് നിൽക്കുന്ന ആഭാസൻ ഈ അജ്ഞാനത്തിനെ എരിച്ചു. അതല്ലാതെ കേവലമായിരിക്കുന്ന അത് എരിക്കുന്നില്ല. നോക്കണം, ഇപ്പോൾ ഉറക്കം എന്ന് പറഞ്ഞാൽ ആഭാസം ഉറങ്ങിയാണ്. ആഭാസനല്ല ഉറങ്ങുന്നത്, അതിൻ്റെ അന്ധകരണം അവിടെ ലയിച്ചു പോയി. പക്ഷെ യഥാർത്ഥത്തിൽ അങ്ങനെ നിൽക്കുന്ന രൂപത്തിൽ ഇത് വിരോധിയല്ല. ഇത് ആഭാസം എന്നുള്ള ചൈതന്യം. പക്ഷെ അത് വൃത്തിയോട് കൂടിയ ആഭാസം ഇതിന് വിരോധിയാണ്. ആ വൃത്തിയോട് കൂടിയത് ആ ബ്രഹ്മാസ്മി എന്നുള്ള ആ വൃത്തിയോട് കൂടി അത് ആദ്യം പഴക്കമാണ്. ആദ്യം നമ്മൾ പഴകണം, അഹം ബ്രഹ്മാസ്മി പഴകണം. പിന്നെ അത് നമ്മുടെ സ്വഭാവമായി മാറും. ശിവൻ സ്വാമി പറയാറുണ്ട്, സമാധിയിൽ ഇരിക്കുന്നവരെ എങ്ങനെ തിരിച്ചറിയുമെന്ന് ചോദിച്ചു. പറഞ്ഞു അത് തന്നെ ശബ്ദാനുവിത്വം, ദൃശ്യാനുവിത്വം എന്നൊക്കെ പറഞ്ഞ് പല രൂപത്തിലുണ്ടെങ്കിലും അപ്പോൾ സ്വാമി പറഞ്ഞ എങ്ങനെയാണ്, അവരടുത്ത് പോയി കാത് കേട്ട അഹം ബ്രഹ്മാസ്മി എന്നുള്ള ഒരു ശബ്ദം കേട്ട സമാധിയാണ്. അഹം ബ്രഹ്മാസ്മി എന്നുള്ള മന്ത്രം ഇതിൽ വരുമെന്നാണ് പറയുന്നത്. ഇവരൊക്കെ ഇത് റിസർച്ച് ചെയ്തവരാണ്. അവർ പറഞ്ഞ് കേട്ടോണ്ടിരിക്കുന്ന ആളുകളെന്നേ ഉള്ളൂ. പല കാര്യങ്ങളും ഇതിലുണ്ട്, സീക്രട്ടായിട്ട് ഒരുപാട്. അതൊക്കെ പറഞ്ഞു തരണമെന്ന് ആഗ്രഹമുണ്ട് ഏടാന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ഇതൊക്കെ ഒരു സംശയമില്ലെന്ന് ചോദിക്കും നിങ്ങളോടൊക്കെ. ഞാൻ എഞ്ചിനീയർ സാർ, ശശിയെണ്ണം, ബാലസാർ, ഇവരൊക്കെ ആണല്ലോ പ്രധാനമായിട്ട് വന്ന ആദ്യമൊക്കെ. നിങ്ങൾക്കൊന്നും സംശയങ്ങളൊന്നും ഇല്ലേ? ഇന്ന് സ്വാമി എല്ലാം മനസ്സിലാകുന്നുണ്ട്, സംശയവും ഭാഗ്യമാണ്. സ്വാമി പറയും എനിക്ക് ആയിരക്കണക്കിന് സംശയം ഉണ്ടായിരുന്നു പലരും. അതെന്നെ ഗുരുക്കന്മാരോട് ചോദിച്ചു ഞാനത് മനസ്സിലാക്കുകയും ചെയ്തു. ഇവർക്കൊന്നും ഒരു സംശയമില്ല, ഇത് ഭാഗ്യവന്മാർ ഗംഭീരന്മാരാണ് കേട്ടോ നിങ്ങളൊന്ന് അറിയാത്തതാണ്. മനസ്സിലായില്ല. ഇത് ഒരു കാര്യങ്ങൾ കേട്ട് മറ്റേ കാര്യങ്ങളുടെ അപ്പം തന്നെ പോയി. പിന്നീട് പറയും ബ്രഹ്മം കൂടത്തെ, അത് മാത്രം ഓർമ്മയുണ്ട്. ചില പ്രബലമായിട്ട് ഉപയോഗിച്ച വാക്കുകൾ അതിനെ വെച്ച് അടിച്ചിട്ടാണ് വലിയ ആളുകളായിട്ട്. ഇത് അനുഭവത്തിൽ കൊണ്ടുവരാത്തവരെല്ലാം പറഞ്ഞില്ലേ, അതെല്ലാം ഇവര് പറയുന്ന ശ്രുതിജ്ഞാനം ഇല്ലാതെ പോയാൽ അത് ശിശുവാണ്. ഞാൻ കഴിഞ്ഞോള അമ്മമാർക്കെടുത്ത ക്ലാസ്സിൽ മുരളി ഒരു പ്രതിപാദ്യ വിഷയമായിരുന്നു, ഈ മുരളി. അവരൊക്കെ അനുസരിച്ചു. ഞാൻ പറഞ്ഞ് മുരളിയെ പറ്റി പറയുമ്പോൾ ശ്രുതിജ്ഞാനത്തിന് സേവ ചെയ്തു. അപ്പൊ പറഞ്ഞില്ല ഇതാണ് വൃത്തിജ്ഞാനം. വൃത്തിജ്ഞാനം മറ്റേ ജ്ഞാനം ഒരുപോലെ തന്നെ തോന്നുന്നുണ്ട്.
ജ്യോതിജാനമെന്നും വ്യക്തിജാനമെന്നും ഇത് രണ്ടും ഒരുപോലെ തന്നെയാണ് ഇരിക്കുന്നത്. പക്ഷേ ഇവിടെ വൃത്തിജ്ഞാനം, സാമാന്യജ്ഞാനം അല്ലെങ്കിൽ സ്വരൂപജ്ഞാനം അജ്ഞാന ശത്രുവല്ല. ഇതിനെ നല്ലതുപോലെ മനസ്സിലാക്കി വെക്കണം. വെറുതെ ഇങ്ങനെ കണ്ണുടച്ച് ഒന്നും ചിന്തിക്കാതെ ഇരുന്ന് ഉറങ്ങുന്നതല്ല സമാധി അഭ്യാസം. മറിച്ച് വിചാരപൂർവകമായിട്ട് സമാധി ഇതിൽ ഉണ്ടാവണം. അത് ഉണ്ടാവണമെങ്കിൽ ഈ ആത്മവിചാരം ഇതിൽ അനുശോചനം ചെയ്തുകൊണ്ടിരിക്കണം. ഇതിനെയാണ് ഇവിടെ പറഞ്ഞ് ഇത്തരം സമയം കൊണ്ട് മനസ്സിലാക്കി. മുക്തി നൽകും ഉദവിക്കോരുതവിനായേ ചെയ്യുമാറും കാണേ പോറ്റി പോറ്റി.